കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2026 ഏപ്രിൽ 9 എങ്ങനെ രേഖപ്പെടുത്തപ്പെടും? ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. സസ്പെൻസുകളുടെ ഒരു വലിയ കൊടുങ്കാറ്റായി. വൈകുന്നേരം പോളിംഗ് ബൂത്തുകളിലെ വരികൾ അവസാനിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ്റെ അന്തിമ കണക്കുകൾ പുറത്തു വരികയും ചെയ്തപ്പോൾ തെളിഞ്ഞു വന്ന ആ മാന്ത്രിക സംഖ്യ 75.1%. വെറുമൊരക്കമല്ലിത്. കേരളം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് ഈ അക്കം. ആരാണ് കേരളം ഭരിക്കുക? ആർക്കാണ് ഈ ജനവിധി അനുകൂലമാവുക? കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ണുകൾ ഇപ്പോൾ ഉടക്കി നിൽക്കുന്നത് ഒരു ദിശയിലേക്കാണ്. അവരുടെ കണക്ക് കൂട്ടലുകളും വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ യാഥാർത്ഥ്യത്തിലേക്കാണ്. ഈ 75% പോളിംഗ് ഇടത്തോട്ട് ചാഞ്ചാടുകയാണ്. അതെ, ഇത് LDFന് അനുകൂലമായ ഒരു കൊടുങ്കാറ്റിൻ്റെ ആരംഭമാണ്. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കണക്കുകൾ LDFൻ്റെ ക്യാമ്പുകളിൽ ആവേശം വിതറുന്നത്? പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പഴഞ്ചൻ മിത്തുണ്ട്. പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് ഭരണവിരുദ്ധ വികാരമാണ്, അത് UDFന് അനുകൂലമാകും എന്ന്. എന്നാൽ ആ കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അക്കങ്ങൾ കള്ളം പറയില്ലല്ലോ. നമുക്കൊന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഈ മിത്തുകളുടെ മുനയൊടിക്കുന്ന കണക്കുകളിലേക്ക് നോക്കാം. അവിടെയാണ് ഈ സസ്പെൻസിൻ്റെ യഥാർത്ഥ ചുരുൾ അഴിയുന്നത്. 2001 നിയമസഭാ തിരഞ്ഞെടുപ്പ്. അന്ന് 72.47% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ UDF 100 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. കണക്കുകൾ കണ്ടവർ കരുതി പോളിംഗ് ശതമാനവും UDF വിജയവും തമ്മിൽ എന്തോ വലിയ ബന്ധമുണ്ടെന്ന്. എന്നാൽ കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം 2006 എന്ത് സംഭവിച്ചു? വോട്ടിംഗ് ശതമാനം വീണ്ടും 72% തന്നെ നിന്നു. കൃത്യമായി പറഞ്ഞാൽ 72.27%. കാറ്റ് വീണ്ടും വലത്തോട്ട് വീശുമെന്ന് പലരും പ്രവചിച്ചു. പക്ഷേ വോട്ടെണ്ണൽ ദിനത്തിൽ കേരളം കണ്ടത് മറ്റൊന്നായിരുന്നു. 98 സീറ്റുകളുടെ കരുത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള ഭരണം പിടിച്ചെടുത്തു. അതായത് ഒരേ പോളിംഗ് ശതമാനം നിലനിന്ന 2 തിരഞ്ഞെടുപ്പുകളിൽ 2 വ്യത്യസ്ത മുന്നണികൾ അധികാരത്തിൽ വന്നു. അപ്പോൾ പിന്നെ എവിടെയാണ് പോളിംഗ് കൂടിയാൽ UDF വരും എന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം? സസ്പെൻസ് അവിടെ തീരുന്നില്ല. 2011 വരാം. പോളിംഗ് ശതമാനം ഒറ്റയടിക്ക് 72 നിന്ന് 75.12% കുതിച്ചുയർന്നു. അവിടെ നേരിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്നു. എന്നാൽ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആരായിരുന്നു? അത് 45 സീറ്റുകൾ നേടിയ സാക്ഷാൽ CPM ആയിരുന്നു. അന്ന് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയത് വെറും 38 സീറ്റുകൾ മാത്രം. ഘടകകക്ഷികളുടെ ബലത്തിൽ മാത്രമാണ് അന്ന് UDF കസേര ഉറപ്പിച്ചത്. പോളിംഗ് ഉയർന്നാൽ പോലും CPMൻ്റെ കേഡർ വോട്ടുകൾക്കോ അവരുടെ സംഘടനാ കരുത്തിനോ ഒരു കോട്ടവും തട്ടിയിരുന്നില്ല എന്ന് കാലം തെളിയിച്ച നിമിഷമായിരുന്നു അത്. പിന്നീട് കേരളം കണ്ടത് ചരിത്രമാണ്. 2016 ഇലക്ഷൻ. പോളിംഗ് ശതമാനം സർവ്വകാല റെക്കോർഡിലേക്ക് കുതിച്ചെത്തി 77.35%. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടർമാരെ കൂട്ടത്തോടെ ബൂത്തുകളിലെത്തിച്ചു. ഫലം വന്നപ്പോൾ 91 സീറ്റുകളോടെ LDF അധികാരത്തിൻ്റെ അമരത്തേക്ക് മടങ്ങിയെത്തി. ഒരു കാര്യം വ്യക്തമാണ്, ജനരോഷം ആളിക്കത്തുമ്പോഴോ വോട്ടർമാർ കൃത്യമായ ഒരു തീരുമാനത്തോടെ ബൂത്തിലെത്തുമ്പോഴോ പോളിംഗ് ശതമാനം കുത്തനെ ഉയരും. ആ ഉയർച്ച 2016 LDFന് സമ്മാനിച്ചത് വമ്പൻ വിജയമാണ്. ഉയർന്ന പോളിംഗ് ഇടതുപക്ഷത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നതിൻ്റെ എക്കാലത്തെയും വലിയ തെളിവാണത്. 2021 തെരഞ്ഞെടുപ്പ് ഇതിലും വലിയൊരു സസ്പെൻസാണ് ഒളിപ്പിച്ചു വച്ചിരുന്നത്. കോവിഡ് മഹാമാരിയുടെ ഭീതിക്കിടയിലും 74.06% വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഫലമോ 4 പതിറ്റാണ്ടിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് LDF വീണ്ടും അധികാരത്തിൽ, അതും 99 സീറ്റുകളുടെ ചരിത്ര വിജയത്തോടെ. ഈ കണക്കുകളെല്ലാം വിളിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ജനപങ്കാളിത്തം കൂടുന്നത് LDFൻ്റെ അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കുകയേ ഉള്ളൂ എന്ന്. ഇനി 2026 ഈ 75.01% വരാം. നഗരങ്ങളിലെ വോട്ടർമാർ ഒരു വശത്ത് വോട്ട് രേഖപ്പെടുത്താൻ ഒഴുകിയെത്തിയപ്പോൾ മറുവശത്ത് വാമനപുരം പോലെയുള്ള ഗ്രാമീണ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ നാം കണ്ട ആ ആവേശവും നീണ്ട നിരകളും നൽകുന്ന സൂചന എന്താണ്? നിശബ്ദരായ ഈ വോട്ടർമാർ ആർക്കാണ് വോട്ട് കുത്തിയത്? ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾക്ക് പ്രസക്തിയേറുന്നത്. അവർ വളരെ വ്യക്തമായി പറയുന്നു, ഈ പോളിംഗ് വർധനവ് ഒരിക്കലും ഒരു
ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ LDF നടത്തിയ വോട്ട് ബാങ്ക് ഏകീകരണത്തിൻ്റെ ഫലമാണിത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ കേഡർ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2006 മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 4 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPM ആണ്. കോൺഗ്രസിനേക്കാൾ വളരെ വലിയ മാർജിനിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. LDF അധികാരത്തിൽ വന്ന് 2006, 2016, 2021 വർഷങ്ങളിലെല്ലാം CPM ഒറ്റയ്ക്ക് നേടിയത് 60-നടുത്ത് സീറ്റുകളാണ്. തങ്ങളുടെ വോട്ടർമാരെ കൃത്യമായി ബൂത്തിലെത്തിക്കാൻ കഴിയുന്ന ഈ സംഘടനാ മികവ് തന്നെയാണ് 75% പോളിംഗ് നടന്ന ഈ തെരഞ്ഞെടുപ്പിലും LDFന് അപ്പർ ഹാൻഡ് നൽകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകൾ പലയിടത്തും വിഘടിച്ചു പോയപ്പോൾ ഇടതുപക്ഷം തങ്ങളുടെ വോട്ടുകൾ ചോർച്ചയില്ലാതെ പെട്ടിയിലാക്കി എന്ന് നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു വശത്ത് ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസം, മറുവശത്ത് 75% മാന്ത്രിക കണക്ക്. വോട്ടെണ്ണൽ ദിനത്തിലേക്ക് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി. അക്കങ്ങൾ മാറിമറിയാം, ഓരോ റൗണ്ടിലും ലീഡുകൾ മാറിമറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണത്തെ വോട്ടെണ്ണൽ കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ത്രില്ലറുകളിലൊന്നാകും. അടിയൊഴുക്കുകൾ ആർക്കനുകൂലമാകും? നിശബ്ദ വോട്ടുകൾ ആരെ തുണയ്ക്കും? പോളിംഗ് ബൂത്തുകളിൽ കണ്ട ആ തീപ്പൊരി ആരുടെ വോട്ട് പൂട്ടായിരിക്കും തുറക്കുന്നത്? രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനങ്ങൾ ശരിയാകുമോ എന്ന് കാലം തെളിയിക്കും. എന്നാൽ ഈ 75% കരുത്തിൽ ഇടതുപക്ഷ ക്യാമ്പുകളിൽ ഇപ്പോഴേ വിജയഭേരി മുഴങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇതൊരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമാണോ, അതോ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു ട്വിസ്റ്റ് കാത്തിരിക്കുന്നുണ്ടോ? സസ്പെൻസുകൾ അവസാനിക്കുന്നില്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ മഹാപോരാട്ടത്തിൻ്റെ ക്ലൈമാക്സ് എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം.